ഹലോ മച്ചാന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ഫിഷിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രോഗ് പിടിച്ചിരിക്കും. യെസ്, ഇങ്ങനെ വരുന്ന കണ്ട് അനക്കമൊക്കെ കണ്ട് കയറി അടിക്കുന്നു. ചെറിയ വരായിരുന്നു, കുഞ്ഞതാണ്. അടിച്ചടിച്ച് അടാ ഒരാൾ ഇതൊക്കെ എടുക്കാം. അല്ല, ഇവനാണ് ഇവിടുത്തെ പ്രധാനി. പടാ കണ്ടോ, എൻ്റെ പൊന്നും, നല്ല ഹെവി സൈസ് കാര്യം. ഹെവി ഫസ്റ്റ് വരാൻ. ഹലോ മച്ചാന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ഫിഷിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ ഫിഷിങ്ങിലും നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ കൊമേഡോയുടെ ഹോർണഡ് ഫ്രോഗിൻ്റെ മഞ്ഞ കളറാണ്. ഇതാണ് നമ്മുടെ കൊമേഡോയുടെ ഹോർണഡ് ഫ്രോഗ്. അപ്പം ഓൾറെഡി കാണിക്കേണ്ട കാര്യമില്ല, ഓൾറെഡി ഇത് വെച്ചാണ് നമ്മളിനി കുറച്ച് ഫിഷിങ്. ഇതിൻ്റെ 5 കളേഴ്സ് ഉണ്ട്. അപ്പം അതിൻ്റെ ഒരു ഗ്രേ റെഡിലായിരുന്നു നമ്മുടെ കഴിഞ്ഞ തവണത്തെ വീഡിയോ. ഇത് നമ്മുടെ യെല്ലോ കളർ, മഞ്ഞ കളർ, മഞ്ഞയ്ക്കകത്ത് ബ്ലാക്ക് ഡോട്ട് വരുന്നതാണ് നമ്മുടെ ഈ ഫ്രോഗ്. അപ്പോൾ ഇത് വെച്ച് നമ്മൾ മീൻ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസത്തെ വീഡിയോ അല്ല, ഒരു 2-3 ദിവസത്തെ വീഡിയോ. കാരണം നമ്മൾ ചെല്ലും, ഒരു 1-2 മീൻ പിടിക്കും, അപ്പോഴത്തേക്ക് മഴ പെയ്യും, പിന്നെയും നമ്മൾ തിരിച്ച് വീട്ടിൽ വരും, അടുത്ത ദിവസം ഇറങ്ങും, അന്നേരവും മഴ പെയ്യും. അങ്ങനെ ഒന്നാമത് മഴയുടെ സമയമാണ്. ഈ മഴ സമയത്ത് നമ്മൾ മൊത്തത്തിൽ മീൻ പിടിക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് മൊത്തത്തിൽ നമുക്ക് ഫിഷിംഗ് എല്ലാം മിക്സ്ഡ് ആണ് നമ്മുടെ ഈ ഒരു യെല്ലോ ഫ്രോഗ് വെച്ചുള്ള ഫിഷിങ്ങിൽ. കൊമേഡോ ഫ്രോഗ് പ്രത്യേകിച്ച് ഞാൻ ഒന്നും എടുത്തിനും പറയുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രോഗ്. അപ്പോൾ നമുക്ക് നേരെ സമയം കളയണ്ട, അപ്പോൾ നമുക്ക് നേരെ ഫിഷിങ്ങിലോട്ട് കിടക്കാം. അപ്പം നമ്മളിതേ അടുത്ത ദിവസം വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. നമ്മളിത് ഇന്നും എടുക്കുന്നത് നമ്മുടെ കൊമേഡോയുടെ ഈ ഒരു മഞ്ഞ കളർ. അത്യാവശ്യം വെള്ളമുണ്ട്, പക്ഷേ മഴച്ചാറ്റലുണ്ട്, പക്ഷേ മേഘമെല്ലാം തെളിഞ്ഞും കിടക്കുവാണ്. സോ നമ്മൾ ഇന്നലെ ഒക്കെ നമ്മുടെ ഒരു ബ്രൗൺ കളർ പോലുള്ള കൊമേഡോയുടെ ഫ്രോഗാണ് നമ്മൾ ഇന്നലെ എല്ലാം മീൻ പിടിച്ചത്. അപ്പം ഇന്ന് അടുത്ത ദിവസം നമ്മൾ കുറച്ച് മീൻ പിടിച്ചിട്ട് ഫ്രോഗ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നു. അങ്ങനെ കളർ നമ്മൾ കുറച്ച് മീൻ പിടിച്ച് ചേഞ്ച് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഒരെണ്ണത്തിനകത്ത് ഒരു ഫ്രോഗേൽ നമ്മളൊരു 6-7 വരാലൊക്കെ കിട്ടുമ്പോൾ നമ്മൾ വീഡിയോ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് അതൊരു വീഡിയോ ഫുള്ളാക്കിയിട്ട് അടുത്ത ദിവസം വേറൊരു ഫ്രോഗ്. കാരണം അതാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഓരോ കളറിലും നമുക്ക് മീൻ എത്രത്തോളം നമുക്ക് അടിക്കുമെന്ന് നമുക്കൊന്ന് നോക്കാൻ വേണ്ടിയാണ്. നമ്മുടെ ബ്രൗൺ കളർ, ബ്രൗൺ അല്ല, ബ്രൗൺ പോലത്തെ ഒരു കളറായിരുന്നു, മാറി ഞാൻ മഞ്ഞയാക്കി. ഫിഷ് ഓൺ. അവിടെ മീൻ തന്നെയല്ലേ, സംശയം. നോക്കട്ടെ. അതെ, ഫ്രോഗ് പിടിച്ചിരിക്കുന്നു. എടാ കുരുത്തം കെട്ടവനെ, നിനക്കെങ്ങനെ തോന്നിയടാ? എൻ്റെ ഫിഷ് ഓൺ. നമ്മളെ മഞ്ഞ ഫ്രോഗിൽ ഫസ്റ്റ് വരാലടിച്ചിട്ടുണ്ട്. യെസ്, വി ഗോട്ട് ഇറ്റ്. നമ്മുടെ ആദ്യത്തെ വരാൽ മഞ്ഞയിൽ ഫസ്റ്റ് അടിച്ച് തന്നെ മിസ്സാകാതെ കിട്ടുവാണെങ്കിൽ ഉണ്ടല്ലോ, അത് വളരെ ഒരു സന്തോഷം പിടിച്ചൊരു കാര്യമാണ് നമുക്ക്. ഒരു 1/4 കിലോ വെള്ളമുണ്ട് എന്തായാലും. നാടൻ മഞ്ഞ കൊമേഡോ നമുക്കിനി എടുക്കാം. മഴച്ചാറില്ല കേട്ടോ, ഭയങ്കര ശോകം. ചാറിക്കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യം, ചാറ്റിലായി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ശോകം കേട്ടോ.
ഫ്രോഗ് കട്ടിച്ച് അണ്ണാക്കിനകത്ത് വെച്ചിട്ടുണ്ട്. അയ്യോ എൻ്റെ മോനെ, നീ എന്തിനാ ഇങ്ങനെയൊക്കെ അടിക്കുന്നേ? ഓക്കെ, വലിയ ഡാമേജ് ഇല്ലാതെ എടുത്തിട്ടുണ്ട്. അവനെ നമുക്ക് കെട്ടിയിട്ട് നമ്മുടെ ഇന്നലെ പ്രതിഷ്ഠിച്ച സ്ഥലത്ത് തന്നെ ഇങ്ങനെ കെട്ടുക, ഇങ്ങനെ ഇടുക, അവിടെ കിടന്നു. ഓക്കെ, നമ്മുടെ മഞ്ഞാസി കൊമേഡോ ഓൾറെഡി ഞാനിത് കുറേ മീൻ പിടിച്ചതാണ് കേട്ടോ, ഈ കൊമേഡോയിലെല്ലാം. എന്നാലും നമ്മളിപ്പം സ്റ്റോക്ക് വന്നേയുള്ളൂ, അപ്പം നമ്മൾ ഇനിയും പിടിക്കണമല്ലോ. അതാണ് അതിൻ്റെ ഒരു ലത്. ഓക്കെ, ഫൈൻ. ഫിഷ് ഓൺ നമ്മുടെ രണ്ടാമത്തെ വരാലങ്ങനെ അടിച്ചിട്ടുണ്ട്. കരയിലോട്ട് കയറി, കുഴപ്പമില്ല. വലുത് കയറും. ഇത് നമ്മുടെ വിയറ്റ്നാം വരാല, മുളത്ത് വരാല. മഴയില്ലെങ്കിൽ ഇച്ചിരി കിട്ടും. ചാറിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് മീനടിക്കുന്ന കാര്യത്തിൽ. ഇതിങ്ങനെ വരുന്ന കണ്ട് അനക്കമൊക്കെ കണ്ട് കയറി അടിക്കുന്നു. അപ്പോൾ നമ്മൾ അടുത്ത ദിവസം ഇറങ്ങിയിട്ടുണ്ട്. ഇന്നലെ നമുക്ക് ഇറങ്ങാൻ പറ്റിയില്ല വൈകുന്നേരം, കാരണം നല്ല മഴയായിരുന്നു. വെള്ളമൊക്കെ നമ്മൾ നിലച്ച് നിൽക്കുകയാണ്. വെള്ളം ഇന്ന് കൂടിയിട്ടങ്ങ് നിലച്ചങ്ങ് പെട്ടെന്ന്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും നമുക്ക് കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഫ്രോഗ് നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മുടെ കൊമേഡോയുടെ മഞ്ഞയിലാണ്. അപ്പോൾ നമ്മൾ ഇന്നും കൂടെ എല്ലാം കിട്ടുവാണെങ്കിൽ മീൻ പിടിക്കാം. കുലു.
ഇല്ല, അവിടെ വെള്ളം കയറുമെന്ന് വിചാരിച്ചിട്ടതാ. അറിയത്തില്ല, വല്ലതും കാണുമോന്ന് അറിയത്തില്ല, സംശയം. മരത്തിൻ്റെ വിട്ടേക്കുക. വെള്ളം കൂടുന്നുണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പം ഇവിടെ ഇനി ഇറങ്ങിയിടാൻ വയ്യല്ലെന്ന് വിചാരിച്ച. ചെറുതെങ്കിൽ ചെറുത് ഒരെണ്ണം കിട്ടിയാലേ ഒരു ഉഷാർ വരത്തുള്ളൂ. നല്ലൊരു ഉഷാർ നമുക്കുള്ളൂ. നമ്മുടെ അടുത്ത ദിവസത്തെ ഫസ്റ്റ് വരാൽ കേട്ടോ, ചെറിയ വരാൽ, കുഞ്ഞതാണ്. കളയണ്ട, ഇതൊക്കെ എടുക്കാം, ആ പടം കിട്ടുന്ന വരാൽ. അടിച്ചടിച്ച് വാടാ. ഇവനാ കുറച്ച് മുമ്പേ വന്ന് നമുക്കൊന്ന് ഞൊട്ടിയതെന്ന് തോന്നും. കേറ്റി. അയ്യോ പോലെ അവനെ സൈഡ് കിടന്നടിച്ച കണ്ടു. അതെ, നമ്മുടെ രണ്ടാമത്തെ വരാൽ ദിവസത്തെ നമ്മുടെ കൊമേഡോ മഞ്ഞ കളർ. പിന്നെ നമ്മളെല്ലാം പറയണം, ഇതൊക്കെ നമുക്ക് ഓരോരുത്തർ അയച്ചു തരുന്നതല്ലേ, അപ്പം ഇതൊക്കെ നമുക്ക് ചെയ്യണം. വീഡിയോ നമ്മളെല്ലാം എടുക്കുക. ചുട്ടവരാൽ ഫസ്റ്റ് വരാൽ വൈകുന്നേരത്ത് നമ്മുടെ കൊമേഡോ ചെറുതാട്ടോ, അതൊക്കെ എടുക്കാം, കളയേണ്ട കാര്യങ്ങളൊന്നുമില്ലെന്ന്. കൊല്ലറ ചെറുതാ മതി, കുഴപ്പമില്ല. നമ്മളെ വൈകുന്നേരത്തെ രണ്ടാമത്തെ ചെറിയ വരാൽ. അയ്യോ ഇതൊക്കെ എടുക്കാം കേട്ടോ, കുഴപ്പമില്ല. ഇവനെയൊന്നും കളയണ്ട നമുക്ക്. ഓക്കെ, നമ്മുടെ വൈകുന്നേരത്തെ രണ്ട് ചെറിയവനും കയറി നമ്മുടെ കൊമേഡോടെ യെല്ലോ കളർ. മീനിൻ്റെ ആക്ടിവിറ്റി വളരെ കുറവാണ്, വലിയ സൈസൊന്നും കിട്ടുമെന്ന് വലിയ പ്രതീക്ഷയില്ല. അപ്പോൾ കിട്ടുന്ന സൈസിനെ നമുക്കെടുക്കാം, അതേ രക്ഷയുള്ളൂ. ഈ കളയേണ്ട കാര്യമില്ല, കാരണം മീനടി സ്റ്റിക്കാർക്ക് പോലും വേറെ സ്റ്റിക്കാർ വന്നിട്ട് ഒരു അവർക്ക് കിട്ടുന്നില്ല. അപ്പം പിന്നെ നമുക്ക് കിട്ടുന്നതിന് നമ്മൾ കളയേണ്ട കാര്യമില്ല. ഇത് കണ്ട ചെറിയൊരു പാലമാണ്, വളരെ സൂക്ഷ്മതയോടെ പോകേണ്ട ഒരു വഴിയാണ്. അതിനകത്ത് അത്രേ പോകത്തുള്ളൂ, അതിലും ചെറുതായിട്ടാ പോകത്തില്ല. ചിലപ്പം
എനിക്കെനിക്ക് അറിയില്ലേ, ഞാൻ അറിഞ്ഞിട്ട് പോട്ട്. പിന്നെ കാലയിലൊക്കെ മീൻ പിടിക്കാൻ നേരത്ത് വരുന്നവന്മാര. ഇവനാണ് ഇവിടുത്തെ പ്രധാനി. പടാ ഉണ്ടോ പോയ നോക്കി പോവാൻ. ശിവൻ്റെ കാര്യം. നമ്മളൊരു വല കിട്ടായിരുന്നു സൈഡിലായിട്ട്, ചെറുതായിട്ട് വലതേ. അതിനകത്ത് കിട്ടിയ കാരിയെ കണ്ടോ? എൻ്റെ പൊന്നും, നല്ല ഹെവി സൈസ് കാര്യം. ഹെവി സൈസ്. രണ്ടര കരി കണ്ടോ? ഹെവി സൈസ്. എന്തായാലും ഒരു കാര്യമെങ്കിലും നമുക്ക് കിട്ടി കേട്ടോ. അപ്പോൾ നമ്മളിത് രാവിലത്തെ മടക്കുകയാണ്. 2 വരാലേ കിട്ടിയുള്ളൂ. അതിൻ്റെ ഇടയിലെല്ലാം മഴ ചാറി നിന്ന് നമ്മളെ അങ്ങ് നല്ല രീതിയിൽ നമ്മളെ പണി പാളിച്ചു. അപ്പോൾ നമ്മൾ രാവിലത്തെ കയറുവാണ്. രാവിലെ നമുക്ക് 2 വരാലേ കിട്ടി. പിന്നെ ഫുള്ള് മഴയായത് കാരണം നമുക്ക് ഒരു പരിധി നടന്നില്ല, സ്റ്റിക്കടിയൊന്നും നടന്നില്ല. അതിപ്പോൾ സമയം ഇപ്പം 9:30 ആവും. മഴയില്ലാതെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിയാലും കേട്ടോ. അപ്പം നമുക്ക് രാവിലെ കിട്ടിയ തക്കട് കുട്ടന്മാരെയും കൊണ്ട് വീട്ടിൽ പോകാം. എന്നിട്ട് നമുക്ക് വൈകുന്നേരം ഇറങ്ങാം. മഴയില്ലെങ്കിൽ രക്ഷപ്പെട്ടു. ഓക്കെ, അപ്പോൾ നമുക്ക് കയറാം. ഫിഷ് ഓൺ. ഫസ്റ്റ് വരാൻ നമ്മുടെ ഇന്നത്തെ ദിവസം ഫസ്റ്റ് വരാൻ നമ്മുടെ K1 കൊമാഡോ ബ്ലൂ, യെല്ലോ കളർ, മഞ്ഞ. രാവിലെ തന്നെ കിളി പോയിരിക്കും മൊത്തത്തിൽ വിറച്ചൊക്കെ. ഫസ്റ്റ് വരാല്ലേ നമ്മുടെ. അപ്പോൾ എടുത്തേക്കാം. ചെറുതാ ഇച്ചിരിയേ ഉള്ളൂ. ഇതൊക്കെ എന്തോ ചെയ്യാനാ. എടുക്കാം, ഉള്ളതാട്ട്. രണ്ടാമത്തെ വരാല് നമുക്കിതേ കിട്ടത്തുള്ളൂ. ഇവിടുന്ന് വലുതൊന്നും കിട്ടത്തില്ല, അതുകൊണ്ട് എടുത്തേ പറ്റൂ. നമ്മുടെ മൂന്നാമത്തെ വരാൽ സെയിം സൈസ്. ഈ 3 എണ്ണം കൂടെ കൂട്ടിയാലും 1/2 കിലോ മുകളിലേ കാണത്തുള്ളൂ. സെയിം സൈസ് കേട്ടോ, ഒരു മാറ്റവും ഇല്ല. എടുക്കാം, വേറെ ഒരു രക്ഷയില്ല. നമ്മുടെ കൊമേഡോ മഞ്ഞ. ചെറിയ വരാലൊക്കെ അത് സിമ്പിളായിട്ട് കയറും. പക്ഷേ ഇതിലും തീരെ ചെറുതുണ്ട്. എന്ന് വെച്ചാൽ ഈ വലിയ സൈസ് അല്ലാത്ത ചെറിയ പൊട്ടി ടൈപ്പില്ലേ, അത് വരെ വന്ന് ഇതിനകത്ത് അടിക്കും കൊമേഡോയിൽ. പക്ഷേ അത് നമുക്ക് കിട്ടാൻ സാധ്യത കുറവ് കേട്ടോ. അത് എന്ന് വെച്ചാൽ അത് എടുക്കാൻ പാകത്തിന് അതിൻ്റെ വായിക്കകത്ത് കയറത്തില്ലത്. അതാണ് കാരണം. അതായത് നമ്മുടെ ഫ്രോഗിനേക്കാൾ സ്വല്പം കൂടെ വലിയവന്മാരില്ലേ. അയ്യോ, സാധനം പോകുന്നുണ്ടോ? മൂർക്കനം കണ്ട കണ്ടോ? പോകുന്നുണ്ടോ? മൂർക്കനം കണ്ടവന് നല്ല ജിമുട്ട് സാധനം കണ്ടോ? ജിമുട്ട് സാധനം എന്ന് വെച്ചാൽ ജിമുട്ട് സാധനം. രാവിലെ വന്നപ്പോൾ തൊട്ട് ആശാൻ എൻ്റെ ഫ്രണ്ടിൽ തന്നെ കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു.
ഓൺ. വീണ്ടും ചൊട്ട വരാൽ. മൂന്നാമത്തെ വരാൽ വൈകുന്നേരത്തെ. അടിച്ചടിച്ച വരാം. വീണ്ടും ചെറുത്. ചൊട്ടേഷ് ചൊട്ടേഷ് ചൊട്ടേഷ്. ഇവിടെ ഉറുമ്പുണ്ടോ? എടാ റിവിനെ ബാഗ് മാറ്റി വെക്കുക. ഇല്ല ഉറുമ്പ് അടിക്കും. ബാഗ് മാറ്റും. ബാഗിൻ്റെ അടുത്ത് നോക്കിയേ, എല്ലാം ഉറുമ്പായി. ചിരിച്ച് ഇവിടെ എങ്ങാണ്ട് ഇവിടെ ഉറുമ്പുണ്ട്. നീ അങ്ങോട്ട് വേണം മാറ്റി വെക്കുക. ഇവിടെ ഫുൾ ഉറുമ്പാ. കോപ്പ് കടിച്ചു. അപ്പോൾ നമ്മുടെ കൊമേഡോ വെച്ചുള്ള മഞ്ഞ കളറിലെ കൊമേഡോ വെച്ചുള്ള ഫിഷിങ് ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. അത്യാവശ്യം ഇന്ന് വൈകുന്നേരം 4 വരാൽ, രാവിലെ ഒരു 3 ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, എല്ലാം ചെറിയ ചെറിയ സൈസാണ്, വലുതൊന്നും അടിയില്ല. അതുകൊണ്ട് ഉള്ളത് വെച്ച് നമുക്ക് ഓണം പോലെ. അപ്പോൾ നമുക്ക് തൽക്കാലം ഈ ഒരു കളറിൻ്റെ ഫിഷിങ് ഇവിടെ കൊണ്ട് നിർത്താം. അത്യാവശ്യം ഒരു വീഡിയോയ്ക്കുള്ള വകുപ്പ് നമുക്ക് അത്യാവശ്യം ആയിട്ടുണ്ട്. അപ്പോൾ എന്തേ നമ്മുടെ മഞ്ഞ ഫ്രോഗിൻ്റെ ഫിഷിങ് നമ്മൾ കൊമേഡോടെ ഇവിടെ കൊണ്ടപ്പോൾ സ്റ്റോപ്പ് ചെയ്യുന്നു നമ്മൾ. അപ്പോൾ മച്ചാമാരെ, അപ്പോൾ കണ്ടല്ലോ നമ്മുടെ കൊമേഡോടെ യെല്ലോ കളർ വെച്ചുള്ള ഫിഷിങ്. മൊത്തത്തിലെ മിക്സിങ് ആണ് നമ്മുടെ ഫിഷിങ് മൊത്തം. മഴയൊക്കെ ആയത് കാരണമാണ് ഇങ്ങനെ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രോഗ് വേണ്ടവർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. അപ്പം നമുക്ക് സ്റ്റോക്ക് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ റേറ്റ് 570 രൂപയാണ് റേറ്റ്. അപ്പം നമുക്ക് നെക്സ്റ്റ് ഒരു കൊമേഡോടെ വേറൊരു കളറിൻ്റെ ഫിഷിംഗ് വീഡിയോ വരുമ്പോഴേ അപ്പോൾ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട ആംഗ്ലേഴ്സ് മച്ചാന്മാർക്കും ടാറ്റാ.